ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സദൃശ്യവാക്യം 16 അധ്യായം 6 വാക്യം, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു എന്ന് നാം വായിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്ന ഈ ആലോചന ദൈവസന്നിധിയിൽ നമുക്കൊത്തിരി ആശ്വാസം ഉള്ളതാകുന്നു. കാരണം ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കൊണ്ട് നമ്മളുടേതായ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടുന്നെങ്കിൽ ആ ദയയും വിശ്വസ്തതയും കാൽവറി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് നമ്മളോട് ദയ കാണിച്ചു. സ്വർഗത്തിലെ ദൈവം ദയ കാണിച്ചത് കൊണ്ടാണ് നമ്മൾ ദയാലുവായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ദയാലുവോട് ദൈവം ദയാലുവാണ്. ദൈവത്തിൻ്റെ ദയ നമ്മളുടെ ജീവിതത്തെ വിടുതലാക്കി, നന്മയാക്കി, ശക്തിയാക്കി തീർത്തു. ഇന്ന് നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ദൈവസന്നിധിയിൽ എത്രയോ നമുക്ക് മുമ്പേ പോയ വിശുദ്ധന്മാരുടെ അവരുടെ വഴികൾ എത്ര ശ്രേഷ്ഠമായിരുന്നു, അവർ ചെയ്ത ത്യാഗങ്ങൾ എത്ര ശ്രേഷ്ഠമായിരുന്നു. ആ ത്യാഗങ്ങളിലും ആ വഴികളിലും അവർ പോയതുകൊണ്ടല്ലേ നമ്മളിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നത്. അകൃത്യങ്ങൾ എല്ലാ മനുഷ്യരിലുമുണ്ട്, തെറ്റുകൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. മനുഷ്യനായി പിറന്നവനാണോ അവൻ്റെ ജീവിതത്തിൽ തെറ്റുകളും ബലഹീനതകളും ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകും. തെറ്റില്ലാത്ത മനുഷ്യരില്ല. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാവും, എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടാകും. പക്ഷേ ആ തെറ്റിനെയാണ് സാത്താൻ കയറി പിടിക്കുന്നത്. എന്നാൽ അകൃത്യം എന്താണ്? കൃത്യമല്ലാത്തത് നമ്മൾ ചെയ്യുമ്പോൾ അത് അകൃത്യമാണ്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നത്, ദൈവത്തിന് മനസ്സിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കാതെ ആയിരുന്നാൽ അത് അകൃത്യമാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിലും കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് അറിയാത്തൊരവസ്ഥയുണ്ടാവാതെ പാപം ചെയ്യാം. പാപം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവരുടെ പാപം പരിഹരിക്കപ്പെടുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് വന്നവരല്ലേ. അവരിക്കൽ പാപികളായിരുന്നു. ആ പാപത്തിൽ നിന്നും ദൈവം മോചനം കൊടുത്തു, വിശുദ്ധരാക്കി നിർത്തും. പിന്നെ പാപം ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ആ മനുഷ്യൻ സ്നാനപ്പെട്ടപ്പോൾ അവൻ്റെ ജഡശരീരം ചത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട ശേഷം, തിരുമേശ എടുത്ത ശേഷം, ദൈവസഭയിൽ അംഗമായ ശേഷം അവൻ വീണ്ടും പാപം ചെയ്യുന്നതും മുറുക്കുന്നതും വെറ്റിലെ തമ്പാക്കൊക്കെ തിന്നുന്നതും വെള്ളമടിക്കുന്നതും ഒക്കെയുള്ള ജീവിതമാണെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവൻ ചത്തിട്ടില്ല. ഗോതമ്പാണ് ചത്തെങ്കിലല്ലേ ഫലം കായ്ക്കത്തുള്ളൂ. അപ്പോൾ അത് ഫലം കായ്ക്കത്തില്ല, കാരണം ചത്തിട്ടില്ല. ചാകാത്തവനെ പിടിച്ച് മുക്കിയാൽ എങ്ങനെ ഇരിക്കും? കുതിർന്ന പാപിയായി മാറും. അത് വരാതിരിക്കാൻ അകൃത്യങ്ങളെ മോചിച്ച് തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദയ കൊണ്ടും, ദൈവത്തിൻ്റെ ദയയാണ്, വിശ്വസ്തത കൊണ്ടും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദയയിലും വിശ്വസ്തതയിലും അകൃത്യം പരിഹരിക്കപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ കർത്താവ് അടുത്ത വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ദൈവഭക്തിയായി മാറി. ആ മനുഷ്യൻ അകൃത്യം പരിഹരിക്കപ്പെട്ടപ്പോൾ തന്നെ യഹോവ ഭക്തനായി മാറി. ഭക്തൻ ദോഷം വിട്ടകലുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദോഷം ചെയ്യാതെ, തനിക്ക് തന്നെ ദോഷം ചെയ്യാതെ അവൻ ദോഷത്തിൽ നിന്നും വിട്ടകലുന്നു. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ വെച്ച് ആ ജയിലിൻ്റെ ഉടമയോട് പറയുന്നുണ്ട്, ജയിൽ സൂപ്രണ്ടിനോട് പറയുന്നുണ്ട്, നിനക്ക് തന്നെ നീ ദോഷമൊന്നും വരുത്തും. അപ്പം ദോഷം തന്നെത്താൻ ചെയ്യാം. അത് വിട്ടകലുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ യഹോവ ഭക്തിയിലാണ് അത് വിട്ടകലാൻ പറ്റുന്നത്. സ്വയം വിട്ടകലാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ ഭക്തരാകുക അത് വലിയ വിടുതലിൻ്റെ സന്തോഷത്തിന് കാരണമാണ്. പക്ഷേ അത് നടക്കുമോ? നടക്കും. എങ്ങനെ? ദൈവത്താൽ നടക്കും. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെട്ടവന്
ദോഷം വിട്ടകലുന്നു. വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ വചനങ്ങളാൽ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, തിരുവചനങ്ങൾക്ക് അനുകരിച്ചു തന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.